ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഗോതമ്പ് റവ അല്ലെങ്കിൽ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് ലഡു തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് റവയാണ് എടുത്തത്. ചെറിയ ഗോതമ്പ് റവയാണെങ്കിലും സാരില്ല, കുറച്ച് വലുപ്പമുള്ള തരിയാണെങ്കിലും സാരില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. അതിന് കൂടെ 1/4 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാല്, ഇത്രയും വേണം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് നമ്മൾ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ, 2 സ്പൂൺ നെയ്യ് മതി. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും. ഒരു പാൻ ചൂടായതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറക്കുക. കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാനിൽ തന്നെ തേങ്ങ ചിരവിയത് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കളർ മാറാൻ പാടില്ല കേട്ടോ. റവ എടുത്തു വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് അതും മാറ്റാം. നന്നായി തണുത്തതിന് ശേഷം മിക്സി ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതേ പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ചേർക്കാം. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഒരു നുള്ള് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് റവയുടെ മിക്സ് ചേർക്കാം. എന്നിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പാൽ നന്നായിട്ട് വറ്റി റവയും അതേപോലെ നന്നായിട്ടൊന്ന് കുക്കായതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. കുക്കായാൽ മാത്രമേ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞ് അതിലെ വെള്ളവും വറ്റിയതിനു ശേഷം ഒരു നുള്ളു ഉപ്പൊന്ന് ചേർക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സും ഇതുകൂടെ ചേർക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഡു പോലെ ഉരുട്ടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചൂടോടെ തന്നെ ഇത് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് വലിപ്പം കൂട്ടിയോ കുറച്ചോ ഒക്കെ ഉരുട്ടിയെടുക്കാം. ബാക്കിയെല്ലാം ഇതേപോലെ നമ്മൾക്ക് ലഡുവാക്കി ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മളുടെ ടേസ്റ്റാണ് ലഡു ഇവിടെ റെഡിയായി. പിന്നെ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ നെയ്യ് ഉപയോഗിച്ചത്. അപ്പം നെയ്യ് കൂടുതൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ കളർ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാതിരിക്കാം കേട്ടോ. ഞാനിവിടെ ഫോട്ടോയ്ക്കും പിന്നെ വീഡിയോയ്ക്കൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കളർ ചേർത്തത്. അപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് റവയോ ഗോതമ്പ് നുറുക്കോ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ
സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നന്ദി, നമസ്കാരം.